ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഇന്ന് നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രോഗങ്ങളിലൊന്നാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം. പ്രധാനമായും ഇത് 4 തരത്തിലാണുള്ളത്. ആദ്യത്തേത് ടൈപ്പ് 1 ജുവനൈൽ ഡയബറ്റീസ്. ഇത് കുട്ടികളിൽ കാണപ്പെടുന്നു. രണ്ടാമത്തേതാണ് ഏറ്റവും വലിയ രോഗമെന്നറിയപ്പെടുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. ഇത് സാധാരണ മുതിർന്നവരിൽ കാണപ്പെടുന്നു. മൂന്നാമത്തേത് ജനിതകപരമായി കാണപ്പെടുന്ന ഡയബറ്റീസ്. നാലാമത്തേത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭിണികളിൽ കാണപ്പെടുന്നത്. ഇതിന് ലക്ഷണങ്ങൾ അധികമില്ലാത്ത ഒരു രോഗമായതിനാൽ തന്നെ പ്രമേഹത്തെ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്. പലപ്പോഴും ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിരുന്നാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും തോന്നണമെന്നില്ല. എന്നാൽ പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങളാണ് അമിതമായ ക്ഷീണം, ദാഹം, ഭാരം കുറയുകയോ അല്ലെങ്കിൽ ചിലർക്ക് ഭാരം കൂടുതലായോ തോന്നുന്നത്, അതുപോലെ പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ പിടിപെടുന്നത് തുടങ്ങിയവ. നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് മൂലം രക്തക്കുഴലുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതൊരു സങ്കീർണമായ രോഗമാകുന്നത്. തന്മൂലം ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. എങ്ങനെയാണ് ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഈ ആഹാരം ആമാശയത്തിലെത്തി വിഘടിച്ച് വ്യത്യസ്ത രൂപങ്ങളിലാവുന്നു. അതിലൊന്നാണ് ഗ്ലൂക്കോസ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ഗ്ലൂക്കോസിനേക്കാൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് കോശങ്ങൾ അഥവാ സെല്ലുകളിൽ ഗ്ലൈക്കോജനായി സംഭരിക്കുന്നു. അവിടെ ഇതിന് സഹായിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ പാൻക്രിയാസ് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ പാൻക്രിയാസിന്റെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനവും കുറയുന്നു. തന്മൂലം ശരീരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് സെല്ലുകളിൽ സ്റ്റോർ ചെയ്യപ്പെടാൻ കഴിയാതെ വരുന്നു. അതിലൂടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു. ഇത് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന സങ്കീർണമായ രോഗത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇതിനുള്ള പരിഹാരമായി നമ്മൾ ഉപയോഗിക്കുന്ന പല മെഡിസിനുകളും താൽക്കാലിക ആശ്വാസം നൽകുകയും സമ്പൂർണ്ണ സുഖപ്രാപ്തി കിട്ടാതെ വരികയും മറ്റു പല രോഗങ്ങൾക്കും പാർശ്വഫലങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം നല്ല ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിലൂടെയാണല്ലോ നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരുപാട് വ്യത്യസ്തമായ പോഷക ഗുണങ്ങളുള്ള കളകളുണ്ട്, അഥവാ നാം ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ചെടികൾ. അവയിലെ പോഷകങ്ങളെ കുറിച്ച് പഴമക്കാർക്ക് നല്ല അറിവുണ്ടായിരുന്നു. എന്നാൽ മാറിയ ജീവിത സാഹചര്യത്തിലൂടെ ഇവയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ആധുനിക ചികിത്സാ രീതികളിലേക്ക് നാം തിരിയുകയും ചെയ്തു. ഈ കളകളിൽ സമ്പുഷ്ടമായ പോഷകങ്ങളെ ശാസ്ത്രീയമായി വേർതിരിച്ച് ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സുകൾ ഇല്ലാത്ത 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകളോട് കൂടിയ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന സവിശേഷത എന്നത് എത്നോ മെഡിസിനിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ ഡോക്ടർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കമ്പനി പ്രമേഹ രോഗികൾക്കായി നിർമ്മിച്ച ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ് ആയുർ ഡീമിക്സ്. ഇത് ഒരു മരുന്നല്ല, ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾക്ക് പകരമല്ല. ആ മരുന്നുകൾ അതേപോലെ കഴിക്കുകയും ഭക്ഷണത്തിൽ ഡീമിക്സ് ഉപയോഗപ്പെടുത്തുകയും അതുവഴി നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി പുനഃസ്ഥാപിച്ച് നമുക്ക് മരുന്നുകൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത് പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുകയും ഹൈപ്പർഗ്ലൈസീമിയയെ തടയുകയും അതുവഴി രക്തത്തിൽ ഷുഗറിന്റെ അളവ് ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. ആയുർ ഡീമിക്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ. ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.